നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്വന്തം മൈതാനത്ത് FC ബാഴ്സലോണ VRLനോട് പൊട്ടിത്തകർന്നു. 5 ഗോളുകളാണ് അവർ വാങ്ങിയിരിക്കുന്നത്. 1960-കൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബാഴ്സലോണ സ്വന്തം മൈതാനത്ത് 5 ഗോളുകൾ വാങ്ങുന്നത്. ഇനി സ്വന്തം മൈതാനത്തും എവേ മത്സരത്തിലും ഒക്കെ നോക്കിയാലും ഇങ്ങനെ 5 ഗോളുകൾ വാങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായിരുന്നു. അതെ, ആ ചാമ്പ്യൻസ് ലീഗ് മത്സരം ഓർമ്മയില്ലേ? ബയേണിനോട് 8 ഗോളുകൾ വാങ്ങിയ മത്സരം. അതിനുശേഷം ആദ്യമായിട്ടാണ് ബാഴ്സ 5 ഗോളുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൺസീഡ് ചെയ്ത് തോൽക്കുന്നത്. ഗോൾ കീപ്പർ ഒരു സേവ് നടത്തി 4 എണ്ണം കൺസീഡ് ചെയ്തു. അങ്ങനെ ഒരു പെർഫോമൻസ് ബാഴ്സ ഗോൾ കീപ്പറിൽ നിന്ന് വരുന്നതും ഏറെക്കാലത്തിന് ശേഷമാണ്. ഇന്നലത്തെ കളിയിൽ ഗുണ്ടോഗൻ മികച്ച പ്രകടനം നടത്തിയിരുന്നു. 10 കീ പാസുകൾ അദ്ദേഹം നൽകിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ബാഴ്സക്ക് അവസാന നിമിഷങ്ങളിൽ വീണ ആ ഗോളുകളിലൂടെയുള്ള പരാജയം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചാവി ഹെർണാണ്ടസ് പറയുന്നു തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട ഒരു പെനാൽറ്റി ലഭിച്ചില്ല, അതാണ് ഈ കളിയെ കൈവിട്ടു പോവാൻ കാരണമായത് എന്ന്. എന്തായാലും 3-5 തോൽവി ബാഴ്സലോണ ഏറ്റുവാങ്ങുമ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി LK ഗുണ്ടോഗനും പെഡ്രിയുമാണ് ഗോളുകൾ നേടിയത്. ശേഷിക്കുന്ന ഗോൾ ബെയ്ലിയുടെ ഓൺ ഗോൾ ആയിരുന്നു. VRLനായിട്ട് മൊറേനോ, അക്കോമച്ച്, ഗോൺസാലോ ഗോയിഡസ്, സൊലോത്ത്, മൊറേലസ് എന്നിവർ ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തു. കളി 90 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 3-3 സമനിലയാണ്. പിന്നീടാണ് ഇഞ്ചുറി ടൈമിൽ സോലത്തിൻ്റെയും അതുപോലെ മൊറേലസിൻ്റെയും ഗോളുകൾ വന്ന് 3-5 ബാഴ്സലോണ പൊട്ടിയത്. ഇതിൻ്റെ ഫലമായിട്ട് ചാവി പുറത്തേക്ക് എന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരിക്കുന്നു. എന്തായാലും 21 കളികളിൽ നിന്ന് 44 പോയിന്റുള്ള ബാഴ്സലോണ ഇപ്പോൾ ലാലിഗ ടേബിളിൽ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ള റയലിനേക്കാൾ 10 പോയിന്റ് പുറകിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.